അടുത്തതായി ലാബ് 37 വെക്ടേഴ്സ് 1. ഒന്നാമത്തെ ചോദ്യം, യൂസിങ് ദ വെക്ടർ u equal to 2y plus 3j plus 4k answer the following questions. Question A, construct the vector having magnitude 5 in the direction of vector u. നമ്മൾ ഒരു ജിയോജിബ്ര വിൻഡോ എടുക്കുന്നു. അവിടെ നമ്മൾ വെക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് 3D ഗ്രാഫിക്സ് കൂടി നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. അതായത് വ്യൂവിനകത്തുനിന്ന് 3D ഗ്രാഫിക്സ് എന്ന് പറയുന്ന വിൻഡോ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് അതുകൂടി നമ്മളിവിടെ ഓപ്പൺ ആക്കുന്നു. നമുക്കറിയാം വെക്ടറൊക്കെ നമ്മൾ പറയുന്നത് എക്സ് ആക്സും വൈ ആക്സും ഇസഡ് ആക്സും ഉള്ള 3D ഗ്രാഫിക്സിലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന യു എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. യു ഇക്വൽ ടു 2y plus 3j plus 4k എന്നാണ്. അതായത് നമ്മൾ ഇൻപുട്ട് ബാറിൽ കൊടുക്കേണ്ടത് യു ഈക്വൽ ടു സ്മോൾ ലെറ്റർ യു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെക്ടർ ആയതുകൊണ്ട് നമ്മളതിന് പേര് കൊടുക്കുന്നില്ല, സ്മോൾ ലെറ്റേഴ്സ് വെച്ചുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ പോയിന്റ് കൊടുക്കും പോലെ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് കമ്പോണൻസ് കോമയായിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കണം. യു ഈക്വൽ ടു 2, 3, 4 എന്ന് നമ്മൾ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് യു എന്ന് പറഞ്ഞ വെക്ടറാണ്. ഈ വെക്ടറിൻ്റെ ഇതേ ഡയറക്ഷനിൽ വരുന്ന എന്നാൽ മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ട് വരുന്ന വെക്ടർ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ യുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. അത് യു ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് യു എന്നെടുത്താൽ മതിയെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യമേ നമ്മൾ യുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ യു ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് യു, മോഡുലസ് കാണാൻ വേണ്ടിയിട്ട് എൻ്ററിൻ്റെ മേളിലുള്ള വെർട്ടിക്കൽ ലൈൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. മോഡുലസ് ഓഫ് യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് വി എന്ന പേരിൽ ആ യുവിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഈ വെക്ടറിനെ നമ്മളൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇതേ ഡയറക്ഷനിലുള്ള മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ള വെക്ടർ നമുക്ക് കിട്ടും. അപ്പോൾ വി എന്നുള്ള വെക്ടറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 5v എന്ന് നമ്മൾ ഇൻപുട്ട് ബാറിൽ അടിച്ചു കൊടുത്താൽ മതി. 5v എന്ന് അടിക്കുമ്പോൾ w എന്ന പേരിൽ നമുക്ക് ഈ പറയുന്ന വെക്ടർ കിട്ടും. അതായത് 1.86i പ്ലസ് 2.79j പ്ലസ് 3.71k. ഇതാണ് നമുക്ക് യുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ട് വരുന്ന വെക്ടർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ജോമെട്രിക്കലി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ കോസ് ബീറ്റ ഓഫ് ദ വെക്ടർ യു. യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈനായിട്ട് വരുന്ന കോസ് ബീറ്റ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കോസ് ബീറ്റ എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വെക്ടറും വൈ ആക്സിനും ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. അതിൻ്റെ കൊസൈൻ വാല്യൂ ആണ് കോസ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വൈ ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു വെക്ടർ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നു. ആ വെക്ടറിനെ ഞാനൊരു ജെ എന്ന് പേര് കൊടുത്തുകൊണ്ട് ജെ ഈക്വൽ ടു 0, 2, 0. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 2j എന്നുള്ള വെക്ടറാണ്. എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ജെ എന്നുള്ള പേരിൽ ആ ഒരു വെക്ടർ വന്നിട്ടുണ്ട്. അതായത് വൈ ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം യുവിനും ജെക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. അതായത് വെക്ടർ യുവിനും വൈ ആക്സിനും ഇടയിലുള്ള ആംഗിൾ. അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് യു എന്ന വെക്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, ജെ എന്നുള്ള വെക്ടറിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ആംഗിൾ ആൽഫ ഈക്വൽ ടു 56.15 എന്നിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊസൈൻ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. അതായത് നമുക്കിവിടെ ഇൻപുട്ട് ബാറിൽ കോസ് ബ്രാക്കറ്റിൽ 56.15 എന്ന് അടിച്ചു കൊടുക്കാം. കുറച്ചുകൂടി നല്ലത് നമുക്ക് കോസ് ആൽഫ എന്ന് തന്നെ കൊടുക്കാം. ആൽഫ എന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ ഉള്ള സിമ്പിളിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആൽഫ എന്നുള്ള സിമ്പിൾ നമുക്ക് കിട്ടും. കോസ് ആൽഫ എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ കോസ് ആൽഫയുടെ വാല്യൂ 0.56 എന്ന് നമുക്ക് കിട്ടും. ഈ വാല്യൂ യുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ആ ഡയറക്ഷൻ കൊസൈൻസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. 0.56 എന്ന് അവിടെ കിടപ്പുണ്ട്. കാരണം വി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ്. പക്ഷേ ഇവിടെ ജോമെട്രിക്കലി അത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ആംഗിൾ എടുത്ത് അതിൻ്റെ കൊസൈൻ വാല്യൂ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യനിലെ
അവിടെ കോസ് ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിലും വൈ ആക്സിന് ഇടയിലുള്ള ആംഗിൾ നമ്മളിവിടെ കണ്ടുപിടിച്ചപ്പോൾ ആൽഫ എന്നുള്ള പേരിൽ സിസ്റ്റം നമുക്കത് തന്നു എന്നേ ഉള്ളൂ. വൈ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് ആ ഒരു ആംഗിൾ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്രസ് ദ വെക്ടർ r is equal to 4i plus j as the sum of two vectors which are parallel to u equal to i plus 3j and v is equal to 2y plus j. r എന്ന് പറയുന്ന വെക്ടറിനെ യുവിനും വിക്കും പാരലായിട്ട് വരുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ആദ്യമേ തന്നെ r എന്ന് പറയുന്ന ആ വെക്ടറിനെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ പുതിയൊരു വിൻഡോ എടുക്കുന്നു. r എന്ന് പറയുന്ന ആ ഒരു വെക്ടർ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വെക്ടർ ഏതാണെന്ന് നോക്കുക. ആ വെക്ടർ 4i പ്ലസ് ജെ എന്നാണ്. അതായത് r is equal to 4 1 0 എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വെക്ടർ ഇൻപുട്ട് ചെയ്യാം. r is equal to ബ്രാക്കറ്റിൽ 4 1 0. അങ്ങനെ നമ്മൾ r എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ r എന്ന് പറയുന്ന വെക്ടർ തുടങ്ങിയിരിക്കുന്നത് ഒറിജിനിൽ നിന്നാണ്. അതിൻ്റെ എൻഡ് പോയിന്റ് നമുക്കറിയാം, അത് 4 1 0 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ എ എന്നുള്ള പേരിൽ ഞാൻ ആ ഒരു പോയിന്റ് കൂടി ഇവിടെ കൊണ്ടുവരുന്നു. ക്യാപിറ്റൽ എ ഈക്വൽ ടു 4 1 0 എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ എ എന്നുള്ള ആ ഒരു എൻ പോയിന്റ് 4 1 0 എന്നുള്ള പോയിന്റ് കൂടി അവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അടുത്ത രണ്ട് വെക്ടറുകൾ, അതായത് യുവും ബിയും. യു എന്ന് പറഞ്ഞ വെക്ടർ i plus 3j എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 3 0 എന്ന് നമുക്ക് യു എന്ന് പറഞ്ഞ വെക്ടറിനെ എൻ്റർ ചെയ്യാം. യു ഈക്വൽ ടു ബ്രാക്കറ്റിൽ 1 3 0 എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് യു എന്ന് പറയുന്ന ആ വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വി എന്ന് പറയുന്ന വെക്ടർ, അതായത് 2i plus j എന്നാണ്, അതായത് 2 1 0 എന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നു. വി ഈക്വൽ ടു ബ്രാക്കറ്റിൽ 2 1 0 എൻ്റർ അടിക്കുന്നു. വി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ r എന്ന് പറയുന്ന വെക്ടറിനെ യുവിൻ്റെയും വിയുടെയും പാരലായിട്ട് വരുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒറിജിനിൽ നിന്നും യുവിനെ ഉൾക്കൊള്ളുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒറിജിൻ എന്നുള്ള പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. അത് ക്യാപിറ്റൽ ഒ ഈക്വൽ ടു 0 0 0 എന്ന് കൊടുത്ത് ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ആ പോയിന്റിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഒയിൽ കൂടി യുവിനെ ഉൾക്കൊള്ളുന്ന ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പാരലൽ ലൈൻ എന്നുള്ള ആ ഒരു ടൂള് നമ്മൾ എടുത്തിട്ട് ഒയിൽ കൂടി കടന്നു പോകുന്നത്, അതായത് ഒയിൽ ക്ലിക്ക് ചെയ്യുന്നു, യുവിലും ക്ലിക്ക് ചെയ്യുന്നു. അതായത് യുവിന് പാരലായിട്ട് ഒയിൽ കൂടി കടന്നു പോകുന്ന ലൈൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് യുവിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എയിൽ കൂടി കടന്നു പോകുന്ന വിക്ക് പാരലായിട്ട് വരുന്ന ആ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പാരലൽ ലൈൻ എന്നുള്ള ടൂൾ എടുക്കുന്നു. എന്നിട്ട് എ എന്നുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വി എന്ന് പറയുന്ന വെക്ടറിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എയിൽ കൂടി കടന്നു പോകുന്ന വിക്ക് പാരലായിട്ട് വരുന്ന ആ ഒരു ലൈനും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ലൈനുകളും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഈ രണ്ട് ലൈനുകളിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ബി എന്ന പേരിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ആർ എന്ന് പറയുന്ന വെക്ടർ ഒ എ ആണ്. ആ ഒ എ എന്ന് പറയുന്ന വെക്ടർ ബൈ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഒ ബി പ്ലസ് ബി എ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒ ബിയും ബി എയുമാണ് നമുക്ക് ആൻസറായിട്ട് വരുന്ന വെക്ടറുകൾ. ആ വെക്ടറുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെക്ടർ ടൂള് തന്നെ എടുക്കുന്നു. വെക്ടർ ടൂൾ എടുത്തിട്ട് ഞാൻ ഒയിലും ബിയിലും ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഒ ബി എന്ന് പറയുന്ന വെക്ടർ, അതായത് ഡബ്ല്യു എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ബി എന്ന് പറയുന്ന വെക്ടർ കാണുന്നു. അതിന് വേണ്ടിയിട്ട് ബിയിലും എയിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് എ എന്നുള്ള പേരിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ട ഈ രണ്ട് വെക്ടറുകൾ -0.4i പ്ലസ് -1.2j പ്ലസ് 0k. അതുപോലെ തന്നെ അടുത്ത വെക്ടർ 4.4i പ്ലസ് 2.2j പ്ലസ് 0k എന്നാണ്. ഈ രണ്ട് വെക്ടറുകളും ആൻസറായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. മൂന്നാമത്തെ ചോദ്യം, കൺസ്ട്രക്ട് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് വിത്ത് സെയിം ഇനിഷ്യൽ പോയിന്റ് 1, 2, 2. 1, 2, 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറുകൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യം നമ്മൾ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറുകൾ വരയ്ക്കുന്നു. അത് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഐയുടെയും ജെയുടെയും കെയുടെയും ഡയറക്ഷനിലുള്ള വെക്ടറുകൾ നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ വെക്ടറായിട്ട് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു വെക്ടർ എന്നുള്ള രീതിയിൽ u = 3,0,0, അതായത് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് 3 ആയിട്ട് വരുന്ന വെക്ടർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇത് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ളൊരു വെക്ടറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വൈ ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു വെക്ടറിനെ ഞാൻ വി എന്ന് വിളിച്ചുകൊണ്ട് b = ഇതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്നു 0,3,0, അതായത് മാഗ്നിറ്റ്യൂഡ് 3 ആയിട്ട് വരുന്ന വൈ ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ ഇൻപുട്ട് ചെയ്തു. ഇനി ഇസഡ് ആക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ w എന്ന് വിളിച്ചുകൊണ്ട് w = 0,0,3 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇസഡ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഈ വെക്ടറുകളെല്ലാം ഇപ്പോൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടറുകളാണ്. ഈ വെക്ടറുകളെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ആക്കി മാറ്റിയാൽ മതി. അതായത് 1, 2, 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ 1, 2, 2 എന്നുള്ള പോയിന്റിനെ നമ്മളവിടെ വരയ്ക്കുന്നു. ആ പോയിന്റിന് ഞാനൊരു എ എന്ന് പേര് കൊടുത്തുകൊണ്ട് a = 1, 2, 2 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ എ എന്ന പേരിൽ ആ 1, 2, 2 എന്ന് പറയുന്ന പോയിന്റ് വന്നിട്ടുണ്ട്. ഈ 3 വെക്ടറുകളെ ഞാൻ എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് വെക്ടർ ഫ്രം പോയിന്റ് എന്നുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ യു എന്നുള്ള വെക്ടറിലും എ എന്നുള്ള പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ യു എന്ന് പറയുന്ന വെക്ടർ എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എ ഡാഷ് എന്ന് പറയുന്ന വെക്ടറായിട്ട് അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ വി എന്ന വെക്ടറിലും എ എന്നുള്ള പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ A1' എന്നുള്ള പേരിൽ ആ വി എന്നുള്ള വെക്ടർ വന്നിട്ടുണ്ട്. വീണ്ടും ഡബ്ല്യുയിലും എ എന്ന് പറഞ്ഞ പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ A2' എന്നുള്ള പേരിൽ W എന്ന് പറഞ്ഞ വെക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് 1, 2, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറുകളായിട്ട് ഈ 3 വെക്ടറുകളും വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് വെക്ടേഴ്സ് എന്ന ഈ ഒരു ലാബിലെ ആൻസറുകൾ നമ്മൾ പേപ്പറിനകത്ത് എഴുതേണ്ടത്.